പിടിപ്പുകേട് പിശാചുണ്ട്. ചെല്ലുന്നിടത്തെല്ലാം പിടിപ്പുകേടി ചെന്ന് പെടും. കോഴിക്കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലാഭമെന്ന് പറഞ്ഞ് വലിയ കുറേ കോഴീനെ അങ്ങ് മേടിച്ചുകൊണ്ട് കുറേ പൈസ കടം മേടിച്ചങ്ങ് ചെയ്തിട്ട് അതങ്ങ് പരാജയപ്പെട്ടു. പിടിപ്പുകേടി ചെന്ന് പെട്ടു. അപ്പച്ചാ ഇനി ഞാൻ പിന്നെ എന്നതാണ് ബിസിനസ്സിന് ഇറങ്ങുകയാണ്. അതെങ്ങനെ പോയാലും ലാഭമാണ്, 3 ഇരട്ടി ലാഭം. അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുകയോ ഉപദേശം തേടുകയോ ഒന്നും ചെയ്യുകയില്ല. സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്യും. അവസാനം പിടിപ്പുകേടി ചെന്ന് അത് പരാജയപ്പെട്ടു. ജോലിക്ക് പോയി, അവിടെ ചെന്ന് മടിയനല്ലേ അവൻ, നേരെ പാട്ടിന് ജോലി ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ പിരിച്ചുവിട്ടു. പിടിപ്പുകേടി ചെന്ന് പെട്ടു. ഒരു 12 ജോലിയും 12 ബിസിനസ്സും 12 പരിപാടിയും എല്ലാം തുടങ്ങി പരാജയപ്പെട്ടവരെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. അവരെ കയറി പിടിച്ചേക്കണ പിടിപ്പുകേട് പിശാചിലാണ്. അപ്പോൾ ഈ പിടിപ്പുകേട് പിശാച് അവനെ ചെന്ന് എല്ലാത്തിലും പിടിപ്പുകേടി ചെന്ന് പെട്ട് പരാജയത്തിലേക്ക് അവസാനം വീട്ടിൽ വന്ന് കുത്തിയിരിക്കും. ചിലർ ജോലി തുടങ്ങി ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് കണ്ടു കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. അങ്ങനെയുള്ള പാർട്ടീസുണ്ട്. വേറെ ചിലർ ഒന്നും പൂർത്തിയാക്കില്ല, ഒക്കെ തുടങ്ങി വയ്ക്കും പക്ഷെ പൂർത്തിയാക്കില്ല. അങ്ങനെയുള്ള പിടിപ്പുകേട് പാർട്ടീസുണ്ട്. വേറെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കഠിനാധ്വാനം വേണം, ലളിത ജീവിതം വേണം, കൃത്യനിഷ്ഠ വേണം, വരവ് ചെലവ് കണക്ക് എഴുതണം. നിസ്സാര ലാഭമായിരിക്കും, അതിൻ്റെ ഇരട്ടി കൊണ്ടുപോയി ചിലവാക്കരുത്. വലിയ ആർഭാടം പാടില്ല, വലിയ ദൂർത്ത് പാടില്ല, വണ്ടി വിളിക്കൽ പാടില്ല, നടന്നു പോകാവുന്നതാണെങ്കിൽ നടന്നു പോകണം. ഇങ്ങനെ വരുമ്പോഴാണ് പിടിപ്പുകേടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു ജീവിത നവീകരണത്തിലൂടെയും ചില പ്രതിജ്ഞകളിലൂടെയും ഒരു സൈക്കോ തെറപ്പിയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജീവിത പരിശീലനത്തിലൂടെയും കുമ്പസാരത്തിലൂടെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഫോൺ നമ്പറിൽ വിളിക്കാം 9444746414. കർത്താവേ, പിടിപ്പുകേട് പിശാചിൽ നിന്ന് ഇവനെ രക്ഷിക്കണമേ. കഠിനാധ്വാനവും ലളിത ജീവിതവും കൃത്യനിഷ്ഠയും ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കൊണ്ടുവരണമേ. അവിടുത്തെ സമാധാനവും ശാന്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പൂർണ്ണമായ സന്തോഷവും സംതൃപ്തിയും ഇവർക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.